നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. ഒരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മലയാളികൾ ഒന്നടങ്കം ഞെട്ടിയിരുന്നു. മലയാളികൾ മാത്രമല്ല, ദേശീയ മാധ്യമങ്ങളും വൻ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടെ നടിയുടെ സഹപ്രവർത്തകരായ സിനിമാ താരങ്ങൾ ഒന്നടങ്കം ഇത്തരമൊരു അനുഭവം ആർക്കുമുണ്ടാകരുതെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. പൗരുഷം സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നതല്ല, സംരക്ഷിക്കുന്നവനാണ് പുരുഷൻ. ഞങ്ങളുടെ സഹോദരിക്ക് പറ്റിയ ഈ ദുരന്തത്തിൽ അവരുടെ ദുഃഖത്തിനൊപ്പം പ്രയാസത്തിനൊപ്പം ഞങ്ങൾ പങ്കുചേരുകയാണ്. വാക്കു നൽകുന്നു, ഒറ്റയ്ക്കല്ല. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. നീ പ്രതിരോധിക്കണം. ഇതായിരുന്നു സൂപ്പർ താരം മമ്മൂട്ടിയുടെ പ്രതികരണം. സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ കൊച്ചി ദർബാർ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മമ്മൂട്ടി. വാർത്ത കേട്ട് ഞെട്ടിപ്പോയെന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ടെന്നും ചലച്ചിത്ര കൂട്ടായ്മയുടെ പിന്തുണ നടിക്കുണ്ടെന്നും ദിലീപ് പറഞ്ഞു. ആദ്യമായാണ് ഇത്തരത്തിലൊരു ദാരുണമായ കാര്യം ഒരു നടിക്ക് സംഭവിക്കുന്നതെന്ന് അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് എംപി പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ കാണാറുണ്ട്, എന്നാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറില്ല. സംഭവത്തിൽ വലിയ ദുഃഖമുണ്ടെന്നും ഇന്നസെന്റ് പറഞ്ഞു. അതേസമയം നടിക്കെതിരായ അക്രമത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മഞ്ജു ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ സിനിമകൾക്കും വലിയ പങ്കുണ്ടെന്നായിരുന്നു പ്രമുഖ സംവിധായകൻ ഡോക്ടർ ബിജു പറഞ്ഞത്. പൊതുസമൂഹത്തിൽ സ്ത്രീയെ ഒളിഞ്ഞുനോട്ടത്തിലൂടെ അപഹസിക്കാനും തരം കിട്ടിയാൽ ആക്രമിക്കാനും ലൈംഗികമായി പീഡിപ്പിക്കാനും കൂടുതൽ ആളുകൾക്ക് ധൈര്യം നൽകുന്നതിൽ സിനിമയ്ക്കുള്ള പങ്ക് ഒട്ടും ചെറുതല്ലെന്ന് അദ്ദേഹം പറയുന്നു. സിനിമാ രംഗത്തുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്നായിരുന്നു സംവിധായകൻ വിനയം പറഞ്ഞത്. ഈ സത്യം സിനിമാ മേഖലയിലുള്ള സംഘടനകൾ ഗൗരവത്തോടെ കാണുന്നുണ്ടോ എന്നറിയില്ലെന്നും വിനയൻ പറയുന്നു. സ്ത്രീയെ ബഹുമാനിക്കുമ്പോഴാണ് ഒരു വ്യക്തി യഥാർത്ഥത്തിൽ പുരുഷനാകുന്നതെന്നായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ പ്രതികരണം. സ്വാർത്ഥലാഭത്തിനായി വാർത്തയെ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നവരെ നിശിതമായി വിമർശിക്കാനും കുഞ്ചാക്കോ ബോബൻ മറന്നില്ല. തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ പ്രതികരണം. നടിയും അവതാരികയുമായ പൂർണിമ ഇന്ദ്രജിത്തും പിന്തുണയുമായി രംഗത്തെത്തി. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയായ പൾസർ സുനിയെ കണ്ടുപിടിക്കാൻ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.